അരികുവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന സർക്കാരാണിതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ മറികടക്കാൻ യുവാക്കൾക്കിടയിലെ സ്കിൽ ഗ്യാപ്പ് പരിഹരിക്കാനാവശ്യമായ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തിവരുന്നു. അസാപ്പ്, കേരള പോലുള്ള സംവിധാനങ്ങൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉറപ്പാക്കും. പ്രയോഗത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കി അവരുടെ കാര്യപ്രാപ്തി വർദ്ധിപ്പിക്കാനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നേതൃത്വം നൽകുന്നു. ആദിവാസി പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള അവസരങ്ങളെക്കുറിച്ചുള്ള അവബോധം നൽകാനും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവോടെ മുന്നേറാനുമുള്ള പിന്തുണ സർക്കാർ നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതിനായി വയനാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ട്രൈബൽ സ്റ്റഡി സെന്ററിനെ സെന്റർ ഓഫ് എക്സലൻസ് ആയി ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലാ ഭരണകൂടവും അസാപ്പ് കേരളയും റുബ്ഫില ഇന്റർനാഷണലിന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് സംഘടിപ്പിച്ച സൂപ്പർ 100 പരിപാടിയുടെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏറ്റവും തിളക്കമാർന്ന അധ്യായമാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തുടങ്ങപ്പെട്ടത്. അതിൽ പങ്കാളികളായ എല്ലാ കൊച്ചു മിടുക്കികൾക്കും ഒരു അമ്മയുടെയോ അമ്മൂമ്മയുടെയോ സ്ഥാനത്ത് നിന്നുകൊണ്ട് ജീവിത വിജയം ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുന്നു. നന്നായി വരട്ടെ. അസാപ്പ് കേരളയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് സൂപ്പർ 100 പ്രൊജക്ട് എന്ന് മന്ത്രി പറഞ്ഞു. പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ള 108 പെൺകുട്ടികളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. കുട്ടികൾക്ക് ശാസ്ത്രത്തോട് അഭിമുഖ്യം തോന്നിപ്പിക്കുന്ന നിലവിലുള്ള തൊഴിൽ അവസരങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക, ഉപരിപഠനം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, പുതിയ കാഴ്ചകളും അനുഭവങ്ങളും നൽകി അവരുടെ ചിന്തകളുടെ അതിർവരമ്പുകൾ വലുതാക്കുക തുടങ്ങിയവയായിരുന്നു 2024 ഓഗസ്റ്റ് മാസം ആരംഭിച്ച ഈ പ്രൊജക്ടിലൂടെ ലക്ഷ്യമിട്ടത്. വിവിധതരം നൈപുണ്യ പരിശീലന പരിപാടികൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ നടപ്പിലാക്കുകയുണ്ടായി. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, 100 മണിക്കൂറിന്റെ സോഫ്റ്റ് സ്കിൽ ട്രെയിനിംഗ്, 5 ഏകദിന പരിശീലന ക്യാമ്പുകൾ, 3 റെസിഡൻഷ്യൽ ക്യാമ്പുകൾ, 3 എക്സ്പോഷർ വിസിറ്റുകൾ, സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്, സിനിമാ സ്ക്രീനുകൾ തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി നൽകി. അസാപ്പ് കേരള ഹെഡ് വിജിൽ കുമാർ VV പ്രൊജക്ട് റിപ്പോർട്ട് അവതരണം നടത്തി. മലമ്പുഴ MLA A. പ്രഭാകരൻ അധ്യക്ഷനായ അസാപ്പ് റുബ്ഫില ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ G. കൃഷ്ണകുമാർ, GVHSS അഗ്ലി ഹെഡ് മിസ്ട്രസ് ഷമിമോൾ R, MRS മുക്കാലി മാനേജർ രാധാകൃഷ്ണൻ CB, പഞ്ചായത്ത് അംഗം പത്മിനി എന്നിവർ സംസാരിച്ചു. പാലക്കാട് ജില്ലാ കളക്ടർ പ്രിയങ്ക GIAS സ്വാഗതവും അസാപ്പ് കേരള ഫൗണ്ടിംഗ് ഡിവിഷൻ ഹെഡ് കമാൻഡർ വിനോദ് ശങ്കർ നന്ദിയും പറഞ്ഞു. കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. UTV ന്യൂസ്, പാലക്കാട്.